Good morning. Last class we have water solubility പഠിച്ചത്. എന്തായിരുന്നു solubility? അതായത് ജലത്തിന് സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യാൻ, അതായത് അലിയിച്ച് കളയാനുള്ള കഴിവുണ്ടെന്നാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഓൾ സബ്സ്റ്റൻസ്, അതായത് വാട്ടർ കമ്പയർഡ് ടു അതർ ലിക്വിഡ് ഡിസോൾവ് ഓൾമോസ്റ്റ് ഓൾ സബ്സ്റ്റൻസസ്. സോ നമ്മളെന്താ വാട്ടറിന് വിളിക്കുന്ന പേര്? യൂണിവേഴ്സൽ സോൾവെൻറ്റ് അഥവാ സാർവിക ലായകം. ഇനിയും വാട്ടറിന് പുതിയൊരു പ്രോപ്പർട്ടിയും കൂടി നമുക്ക് പഠിക്കാം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാട്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. എന്താണ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം വിധാനം പാലിക്കുന്നു. ഈ ഒരു തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിള് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇവിടെ രണ്ട് ഒരുപോലത്തെ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സുകളിൽ ഒരേ നിരപ്പിൽ ദ്വാരം അല്ലെങ്കിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു മേസൺ പൈപ്പ്, അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വാട്ടറിൻ്റെ ലെവല് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മേസൺ പൈപ്പാണിത്. ഈ പൈപ്പ് ഉപയോഗിച്ച് രണ്ട് ഗ്ലാസ്സിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ നിർമ്മിച്ച രണ്ട് ഗ്ലാസ്സുകളുണ്ട്. ഈ രണ്ട് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിലാണ് ടീച്ചർ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഈ ഗ്ലാസ്സിൽ ടീച്ചർ ഫുള്ള് വെള്ളം ഒഴിച്ചു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിരീക്ഷിച്ച് കണ്ടുപിടിക്കാം. നോക്കൂ, ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് കാണാം? രണ്ട് ഗ്ലാസ്സിലെയും വെള്ളത്തിൻ്റെ അളവ് ഈക്വൽ ആയിട്ട് ഇരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന തത്വം, അതായത് ജലം വിധാനം പാലിക്കുന്നു അഥവാ വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. സോ വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ അല്ലേ? രണ്ട് ഗ്ലാസ്സിലെയും വെള്ളത്തിൻ്റെ അളവ് തുല്യം അഥവാ ഈക്വൽ ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും ഉള്ള കിണറുകളിൽ വെള്ളമില്ല. നമ്മുടെ കിണറിൽ നിറയെ വെള്ളമുണ്ട്. നമ്മൾ ലാവിഷായിട്ട് ചിലവാക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ കിണറിൽ നിറയെ വെള്ളമുണ്ടല്ലോ, നമുക്ക് ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള കിണറുകളിലും ജലം ലഭിക്കുന്ന സ്രോതസ്സുകളിലും ജലം കുറവാണെങ്കിൽ സ്വാഭാവികമായും എന്തുണ്ടാവും? നമ്മുടെ കിണറിലെ വെള്ളവും വാട്ടർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി താഴും. അതായത് ഒരു പ്രദേശത്തുള്ള ജലത്തിൻ്റെ അളവ് എപ്പോഴും ഈക്വലായി അല്ലെങ്കിൽ നില പാലിക്കും. വിധാനം പാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ കിണറിലെ വെള്ളവും താഴും. ഇനി നമുക്ക് വേറെ ഒരു കാര്യം പഠിക്കാം. സാധാരണയായി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നദികളിൽ നിന്ന് മണൽ വാരുന്നു, പ്രശ്നമാണ്. സാൻഡ് മൈനിങ് ഈസ് പ്രോബ്ലം. കേട്ടിട്ടുണ്ടോ? നദികളിൽ നിന്നുള്ള സാൻഡ് മൈനിങ് അഥവാ മണൽ ഖനനം, മണൽ വാരൽ പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ നദിയിൽ നിന്നും മണൽ വാരുന്നത് ഇത്ര പ്രശ്നം? നമുക്കൊന്ന് നോക്കാം അല്ലേ? നമ്മളൊരു കാക്കയുടെ കഥ കേട്ടിട്ടില്ലേ? വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുടത്തിലേക്ക് സ്റ്റോൺസ് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് വെള്ളത്തിൻ്റെ ലെവല് മുകളിലേക്ക് എത്തിച്ച് വെള്ളം കുടിച്ച കാക്കയുടെ കഥ. അതുപോലെ തന്നെയാണ് ഇവിടത്തെയും കാര്യം. എന്താ ഉണ്ടാവുക? നമ്മൾ ഇവിടെയുള്ള മണൽ വാരി എന്ന് വിചാരിക്കാം. മണൽ വാരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജലത്തിൻ്റെ വിധാനം അഥവാ അളവ് താഴോട്ട് പോകും. നമ്മൾ മണൽ വാരുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും താഴോട്ട് പോകും. അപ്പോൾ എന്തുണ്ടാവും? നമ്മുടെ പ്രദേശത്തുള്ള നദികളിൽ നിന്നുള്ള മണൽ വാരുമ്പോൾ നദികളിലെ ജലവിധാനം താഴോട്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പ്രദേശത്തുള്ള ജലസ്രോതസ്സുകൾ അഥവാ വാട്ടർ റിസോഴ്സസിൻ്റെ അളവും താഴോട്ട് പോകും. നെക്സ്റ്റ് തിങ് വി ഗോയിങ് ടു ലേൺ
is about what are the substances that float in water and sink in water. എന്താണ് അതിൻ്റെ അർത്ഥം? ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന സാധനങ്ങളും പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങളും നമുക്കൊന്ന് കണ്ടെത്താം. ടീച്ചർ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സബ്സ്റ്റൻസസ് വാട്ടറിൻ്റെ താഴെ പോകും, ഏതൊക്കെ സബ്സ്റ്റൻസസ് പൊന്തിക്കിടക്കും നോക്കാം. ടീച്ചർ ഒരു ബാറ്ററി എടുത്തു. ബാറ്ററി ഉള്ളിലോട്ട് പോയി. എല്ലാവർക്കും അറിയുന്ന ഒരു ടോയാണ് ആംഗ്രി ബേർഡിൻ്റെ ടോയ്. അതൊരു റബ്ബറാണ്. നമുക്ക് നോക്കാം അത് പൊന്തിക്കെടുക്കോ താഴേക്ക് പോവാന്ന്. എന്താണ്? റബ്ബർ പന്ത് പൊന്തിക്കെടുക്കുന്നു. ടീച്ചർ ഒരു ചെറിയൊരു ഫോർക്ക് എടുത്തിട്ട് നോക്കുകയാണ്. ഫോർക്ക് താഴേക്ക് പോയി. ടീച്ചർ ഒരു കഷ്ണം ഒരു ചെറിയൊരു പിന്നെടുത്തു, സേഫ്റ്റി പിൻ. താഴേക്ക് പോയി. ഒരു ഇല പൊന്തിക്കെടുക്കുകയാണ് അല്ലേ. ഇനി ടീച്ചർ ഒരു കഷ്ണം മരം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. വുഡ് പൊന്തിക്കെടുക്കുകയാണ്. ഒരു കോയിൻ ഇട്ട് നോക്കിയാലോ. കോയിൻ താഴേക്ക് പോയി. ഒരു കഷ്ണം ചോക്ക് താഴോട്ട് പോയി. ഇനി ഒരു പെന്നിൻ്റെ ടോപ്പാണ് ടീച്ചർ എടുക്കുന്നത്. പൊന്തിക്കെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം? ദർ ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഫ്ലോട്ട് ഇൻ വാട്ടർ ആൻഡ് ദർ ആർ സബ്സ്റ്റൻസസ് ദാറ്റ് സിങ്ക് ഇൻ വാട്ടർ. അതായത് ജലത്തിൽ പൊന്തിക്കെടുക്കുന്ന വസ്തുക്കളും ജലത്തിൽ താഴ്ന്നു പോകുന്ന വസ്തുക്കളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൊന്തിക്കെടുക്കുന്ന വസ്തുക്കൾ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാറ്? നമ്മൾ ഈ ടയറൊക്കെ ഇട്ടിട്ട് നീന്തൽ പഠിക്കും ഇല്ലേ? പിന്നെ ഈ മരങ്ങളൊക്കെ ഒഴുക്കി കൊണ്ടുവരും. അത് താന്നു പോവുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ ജലത്തിൻ്റെ ഈ സവിശേഷത, അതായത് ചില സാധനങ്ങൾ താഴോട്ട് പോകും, ചില സാധനങ്ങൾ പൊന്തിക്കെടുക്കും. അപ്പോൾ ഈ ജലത്തിൻ്റെ ഈ ഒരു സവിശേഷത നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതിന്മേൽ ഒരു ചെറിയൊരു ഇര ഇട്ടിട്ട് താഴോട്ട് പോയില്ലെങ്കിൽ ഈ ഇര മുകളിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ മീൻ വന്ന് കൊത്തുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ ഈ സവിശേഷത, അതായത് സാധനങ്ങളെ മുങ്ങിക്കാനും സാധനങ്ങൾ പൊന്തിക്കെടുക്കാനുമുള്ള ഈ സവിശേഷത നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ജലത്തിൽ സിങ്ക് ചെയ്യണതും ഫ്ലോട്ട് ചെയ്യണതും പഠിച്ചു. അപ്പോൾ നിങ്ങളും വീട്ടിലൊന്ന് ചെയ്തു നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ സബ്സ്റ്റൻസസ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സബ്സ്റ്റൻസസ് വാട്ടറിൽ സിങ്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുമല്ലോ.